ഇവരുടെ ഉടനെ പോലീസിനെ വിളിക്കും. പോലീസ് വന്ന് ഈ സ്ഥലത്ത് ഇരുന്നിടത്ത് തന്നെ ഇവരെ ജീപ്പിൽ കയറ്റി കൊണ്ടുപോകണം. അപ്പോൾ തലേദിവസം രാത്രി 10 മണിക്ക് ജീപ്പിൽ കൊണ്ടുപോയി അവനെ പിറ്റേന്ന് 11 മണി വരെ ഒരേ കസേരയിൽ ഒരു വെള്ളം പോലും കുടിക്കാതെ ഒരാഹാരം കഴിക്കാതെ തൃശ്ശൂരിൽ നിന്ന് വന്ന് ചെറുക്കാൻ പ്രാവശ്യമ്പലത്ത് റോഡിൽ നിന്ന് ഇത്രയും ആൾക്കാർ പോകുമ്പോൾ ഒരാളെങ്കിലും കാണൂല് മുണ്ട് നോക്കി കാണിച്ചെങ്കിൽ മദ്യപിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അവരെ ആശുപത്രി കൊണ്ട് ടെസ്റ്റ് ചെയ്തല്ലോ, ഇല്ലല്ലോ. അവര് അവർ 4 പേരും മദ്യപിച്ചിട്ടുള്ള അവരെല്ലാവരും 5 പേരും മദ്യപിച്ച് അവർ പാർട്ടി കഴിഞ്ഞു വന്നതാണ്. നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. പാർട്ടി കഴിഞ്ഞു വന്ന മേയറും കൂട്ടരും മദ്യപിച്ചിരുന്നു എന്ന ആരോപണം ഉന്നയിക്കുകയാണ് KSRTC ഡ്രൈവർ യദുവിന്റെ അമ്മ. മേയർ KSRTC ഡ്രൈവർ തർക്കത്തിൽ ആര്യ രാജേന്ദ്രന്റെ രഹസ്യമൊഴി മജിസ്ട്രേറ്റിന് മുമ്പിൽ രേഖപ്പെടുത്താനുള്ള നീക്കം പോലീസ് നടത്തുമ്പോഴാണ് യദുവിന്റെ അമ്മയുടെ പ്രതികരണം. ഇടതുവശത്തിരുന്ന സ്ത്രീ എങ്ങനെയാണ് വലതുവശത്തിരുന്ന യദു അങ്ങനെ ചെയ്യുന്നത് കണ്ടത് എന്നാണ് ഈ അമ്മ ചോദിക്കുന്നത്. ബസ്സിലിരിക്കുന്ന ആരും യദു മോശമായി ഒന്നും ചെയ്യുന്നത് കണ്ടിട്ടില്ല. ലൈംഗിക ചേഷ്ട കാണിച്ചു എന്നുള്ള പരാതി മകനെതിരെ ഉയർത്തുന്ന ഇവർക്ക് യദുവിനെതിരെ ഇത്തരത്തിലുള്ള ആരോപണം അല്ലാതെ വേറൊന്നും ഉന്നയിക്കാൻ ഇല്ലേ? ഇത് മാത്രമേ ഉള്ളോ എന്നാണ് അമ്മ ചോദിക്കുന്നത്. യദുവിന്റെ അമ്മയുടെ പ്രതികരണം ഇങ്ങനെ: കഥകളെന്ന് വെച്ചാൽ ഇത്രയും പൊക്കമുള്ള ബസ്സില് ഡ്രൈവർ ഇരിക്കുന്ന വലതുവശത്ത് അപ്പൊ കാർ ഏറ്റവും ബാക്കിൽ വരണം. ഈ യാത്രക്കാരെല്ലാം ഇവൻ കൈ കാണിക്കണം, കണ്ട് വൃത്തിയായിട്ട് കാണിക്കണമെങ്കിൽ അവർ യാത്രക്കാരൻ ബസ്സിൽ ഇരിക്കുന്ന എല്ലാവരും കാണണം. എന്നിട്ട് അവർക്ക് കാണാൻ പറ്റും. ബാക്കിലെ കാറിൽ വരുന്നവർക്ക് അവർക്ക് കാണാൻ പറ്റുന്ന ബാക്കിൽ നിന്ന് പറഞ്ഞാൽ അവരെങ്ങനെ ഇടതുവശത്തിരുന്ന സ്ത്രീ എങ്ങനെ കണ്ടു അവ വലതുവശത്ത് കൈ കാണിക്കണേ. വലതുവശത്തെന്താ അശ്ലീലം കാണിച്ചല്ലെന്ന് പറഞ്ഞു. ഡ്രൈവർ വലതുവശത്തല്ലേ. അപ്പൊ ഇടതുവശത്താണ് അവരെ സഹോദരി ഇരുന്നെന്ന് പറഞ്ഞത്. അപ്പൊ എങ്ങനെ ഇടതുവശത്ത് നിന്നോട് കണ്ട് വലതുവശത്ത് നിന്ന് ഡ്രൈവർ കൈ കാണിക്കണം. അപ്പൊ അത് വൃത്തിയായിട്ട് എவ்வளவு താണം തുണയില്ല വിളിച്ചു പറയണമെന്നല്ല നടന്ന സംഭവമാണ്. മുഖം തന്നെ ഇപ്പം മുഖം തന്നെ ആണെന്ന് എങ്ങനെ മനസ്സിലായി? അത് യദു എന്ന് പറയുന്ന ആ ചേട്ടൻ തന്നെ ആണെന്ന് എങ്ങനെ മനസ്സിലായി? അത് ബസ് ഒന്ന് നടത്തുമ്പോൾ മനസ്സിലായി അവർക്ക്. അത്രേ ഉള്ളൂ. ഫ്രണ്ട് ഇടതുവശത്ത് അതും ചെയ്തിട്ട് പോക്കറ്റിലാണ് ചെയ്തില്ല 10 പ്രാവശ്യം എങ്ങനെ ബസ്സിലിരുന്നോണ്ട് ചേഷ്ട കാണിച്ചു എന്നാണ് ഇവര് പറയുന്നത്. അത് അമ്മയ്ക്ക് അതെനിക്ക് അങ്ങോട്ട് മറ്റേ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഒരാള് അവരുടെ സൈഡിൽ നിന്നുകൊണ്ട് പറയണ ആ സ്ട്രേറ്റ് സൈഡ് അവരെ സഹായിക്കാം. എന്റെ മോൻ മറ്റേ എന്തൊരു കൈ കൊണ്ട് എന്തൊരു ആംഗ്യം കാണിച്ച് ശേഷം അവള് മൊബൈലിൽ മാഡം ഒരു കാര്യം ചെയ്യാത്തത് മൊബൈലിൽ പിടിച്ചു വെക്കാത്തത് തെളിവ് കാണിക്കട്ടെ. അവര് അവൻ രേഖയെ ശേഷം തെളിവ് കാണിക്കും. അല്ലെങ്കിൽ ഇവരെന്തൊരു മെമ്മറി കാർഡ് എടുത്തോണ്ട് പോയി. ഈ 5-6 ആളുകള് ബസ്സിലിരുന്ന് അത്രയും ആ പാലത്തിന്റെ അവിടെ ഇറക്കി വിട്ടിട്ട് ഇവർ ഈ 10-30 പേരെ 30-20 ഉണ്ടെന്ന് അവൻ പറയുന്നില്ല. ഇത്രയും പേരെ ഇറക്കി വിട്ടിട്ട് അവരെന്തിനും ബസ്സും കണ്ടക്ടറും മാത്രം അവിടെ ഇട്ട് ഇവരവിടെ നിന്നു. ഈ പയ്യനെ പോലീസിനെ വിളിച്ച് പിടിച്ചോണ്ട് പോയി. ചേട്ടനെ വണ്ടിയിലിട്ട് കൊണ്ടുപോകണം. പിന്നെ അല്ല, ഈ ഡ്രൈവറുടെ സീറ്റിൽ നിന്ന് ആദ്യം ഇവര് പിടിച്ചിറക്കണം. അവനെ ഡോർ തുറന്ന് പിടിച്ചിറക്കണം. നമുക്ക് എല്ലാവരും കണ്ടതാണ്. ഡോർ തുറന്ന് പിടിച്ചിറക്കിയിട്ട് ഇവരെന്ത് ചെയ്യണം, ഡോറ് അപ്പൊ ഇവൻ പറഞ്ഞു എന്നെ ഡോർ തുറന്ന് പിടിച്ചിറക്കി ഈ സ്റ്റിയറിംഗിന്റെ ഡ്രൈവറുടെ സീറ്റിൽ നിന്ന് ഇറങ്ങൂല. നിങ്ങളൊരു കാര്യം ചെയ്യണം, ഏത് കാരണവശാലും ഞാൻ ഇറങ്ങൂല. നിങ്ങൾ പോലീസിനെ വിളിക്കും. പോലീസിനെ വിളിച്ചാൽ ഞാൻ ഇറങ്ങും. ഇവരുടെ ഉടനെ പോലീസിനെ വിളിക്കും. പോലീസ് വന്ന് ഈ സ്ഥലത്ത് ഇരുന്നിടത്ത് തന്നെ ഇവരെ ജീപ്പിൽ കയറ്റി കൊണ്ടുപോകണം. അപ്പൊ തലേദിവസം രാത്രി 10 മണിക്ക് ജീപ്പിൽ കൊണ്ടുപോയി അവനെ പിറ്റേന്ന് 11 മണി വരെ ഒരേ കസേരയിൽ ഒരു വെള്ളം പോലും കുടിക്കാതെ ഒരാഹാരം കഴിക്കാതെ തൃശ്ശൂരിൽ നിന്ന് വന്ന് ചെറുക്കാൻ. അപ്പൊ എന്താ കൊലക്കുറ്റം ചെയ്ത ഒരു ദിവസം മുഴുക്ക അവൻ അവിടെ പിടിച്ചു വെച്ചിരുന്നു. ഒരു ദിവസം മുഴുക്ക അവനെ ഈ 11 മണി വരെ റൈറ്ററോ എഴുതാൻ വന്നില്ലെന്ന് പറഞ്ഞ് പിടിച്ച് ആ കസേരയിൽ. അത് പോലീസുകാർ ചെയ്തതും തെറ്റ്. അവരുടെ ഭാഗത്തു നിന്നുകൊണ്ട് എന്തെങ്കിലും ചാനൽ ചർച്ചയിൽ തുണി എടുക്കുന്ന അങ്ങനെയൊക്കെ വൃത്തികെട്ട രീതിയിൽ അങ്ങനെ പിടിച്ചിരുത്തിയിട്ട് അവനെ പിറ്റേതാണ് വിട്ടത് അതങ്ങനെ. പിന്നെ ഇവര് വന്ന ഉടനെ അന്ന് അവരെ ആ ലൈംഗികം കാണിച്ചതോ ഒന്നും അവര് പറഞ്ഞില്ല. നിന്റെ തന്തേര വഴകേട റോഡ് എന്ന് മാത്രമാണ് ചോദിച്ചത്. ഞാനും കേട്ടോണ്ട് അന്ന് അവര് പറയാതെ തപ്പില്ല. ഇപ്പൊ അതിന് വരണോളൂ പറയാം. കേസ് കൊടുത്തെന്ന് അറിഞ്ഞപ്പോഴാണ് പറയാ ലൈംഗിക ശ്രേഷ്ഠ കാണിച്ചതൊക്കെ വരണം. അത് ഇവര് കാണിച്ചെന്നുണ്ടെങ്കിൽ അവൻ കാണിച്ചെങ്കിൽ ഇവരെന്തുണ്ട് ഈ ബാക്കി അവൻ പേപ്പർ വായിരുന്ന ലഹരി മരുന്ന് കഴിച്ചിട്ടിരുന്നെന്ന് പറഞ്ഞ അവര് ഫോണിലെടുത്തു. എന്തുകൊണ്ട് ലൈംഗിക ശേഷം അവരെ ഫോണിൽ കിട്ടിയില്ലേ? എന്ത് പിടിക്കാത്ത ക്യാമറ ഉണ്ട്. അപ്പൊ മെമ്മറി കാർഡ് ഏത് പോയപ്പോഴത്തന്നു പോലീസ് അറസ്റ്റ് ചെയ്യുമ്പോൾ ഏതും എടുക്കണമെങ്കിൽ പോലീസുകാരന് കണ്ടുപിടി പോട്ട് ഫ്രണ്ട് ഇരുന്ന് അവൻ എടുത്തെന്ന് ഞാൻ വയ്ക്കാം. ബാക്കിൽ ഇരുന്ന 2 എണ്ണം എങ്ങനെ ഏതും എടുത്തു? പോലീസുകാരൻ കാണൂല ബാക്കി എഴിച്ചു നിന്ന് എടുക്കണമെങ്കിൽ. അപ്പൊ ഇവരാണ് എല്ലാവരും ഇറക്കി വിട്ടിട്ട് ഇവരും കണ്ടക്ടറും അവർ സൈഡിൽ നിന്ന് അവരെ കണ്ടക്ടർ അവരെ പാട്ടുകാരാണ് സൈഡിൽ നിന്ന് എല്ലാവരും കൂടി ഒപ്പിച്ചെടുത്തതാണ്. ചേട്ടനെ ഒരിക്കൽ പോലും അറിയാത്ത ഒരാൾ പറയാണ് ഇവിടെ തുണി പറക്കാൻ നടന്നു. അങ്ങനെ ചാനൽ ചർച്ചയിൽ വളരെ മോശമായിട്ട് അമ്മയുടെ മകനെ വളരെ മോശമായിട്ട് 2 പേര് പാർട്ടിയിട്ട് ഇടതുപക്ഷം എന്തോന്നാ പറഞ്ഞ ഒരു മാധ്യമ ചർച്ചയിൽ TV-യിലുണ്ടായി. SCV ന്യൂസിൽ
താങ്ക് യു എന്തൊരു എന്ന് പറഞ്ഞൊരു എഴുതല് SCB ആണ് അതിൽ അഡ്വക്കേറ്റ് ഉണ്ടായിരുന്നു, മാധ്യമപ്രവർത്തകൻ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഇയാൾ വിളിച്ചു പറഞ്ഞാൽ പ്രാവച്ചമ്പലത്തെ റോഡിൽ നിന്ന് അയാൾ ഏതു മുണ്ട് പൊക്കി കാണിച്ചു എന്ന് പറഞ്ഞു. ഏത് ജീൻസ് പാൻറ് ഇങ്ങേർക്ക് തെറ്റിപ്പോയി ഇങ്ങേര് പറഞ്ഞത് തിരുത്തി പറയാൻ പറ. ജീൻസ് പാൻറ് അവൻ മുണ്ടെടുക്കൂല. പ്രാവശ്യമ്പലത്ത് റോഡിൽ നിന്ന് ഇത്രയും ആൾക്കാർ പോകുമ്പോൾ ഒരാളെങ്കിലും കാണൂല അവൻ മുണ്ട് പൊക്കി കാണിച്ചെങ്കിൽ. ഒരാളെ തെളിവിന് കൊണ്ടുവരട്ടെ അങ്ങേരുടെ മുമ്പ്. ഒരാളത്ത് അയാൾ വിളിച്ചോണ്ട് വരാത്തത് ഈ പറഞ്ഞ ആള്, ഈ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ ആളും വേറൊരാളും ഉണ്ട്. അങ്ങേര് എന്തോ ഒരു പേരാണ്, ഞാൻ മറന്നു, അന്ന് എഴുതി വെച്ചില്ലെങ്കിൽ എനിക്ക് പ്രശ്നം വരുമെന്ന് വെച്ചു. അപ്പൊ അങ്ങേര് ഒരാളെ കൊണ്ടുവരാത്തത് തെളിവ് കൊണ്ടുവരട്ടെ. ഞാമൻ സ്റ്റേഷനിൽ അവന് ശ്രീവിരുദ്ധത്തിന് സ്റ്റേഷനെ അറസ്റ്റ് ചെയ്തിട്ടെന്ന് പറഞ്ഞു. അവര് അതിനും തെളിവ് കൊണ്ടുവരട്ടെ. പിന്നെ ഇവിടെ 56 വയസ്സായ ഒരു സ്ത്രീയെ മുണ്ടോക്കി കാണിച്ചുകൊണ്ട് ലൈംഗിക ശ്രേഷ്ഠയ്ക്ക് വിളിച്ചെന്ന് അയാൾക്ക് ഈ ലൈംഗികം മാത്രമേ പറയാനുള്ളൂ. എല്ലാവരും ഈ ലൈംഗിക ശ്രേഷ്ഠ മാത്രം ഇത്രയും പച്ച അങ്ങനെ തന്നെ കൊഞ്ഞാൻ കൊതുനാണ് ഇയാൾ കാണിച്ചിട്ടുണ്ടായിരിക്കും. അതായിരിക്കും അയാൾക്ക് അതിനെ എപ്പോഴും മദ്യപിച്ചിട്ടുണ്ടെന്ന് പറയാനുണ്ടായിരുന്നു. മദ്യപിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അവരെ ആശുപത്രി കൊണ്ട് ടെസ്റ്റ് ചെയ്തല്ലോ, ഇല്ലല്ലോ. പിന്നെ എന്തിനാ അവർ ലഹരി ഉപയോഗിച്ചത്? ലഹരി ഉപയോഗിച്ച കവറാണ്, മുട്ടായിയുടെ കവർ ഇറക്കിയിട്ട് ഫോട്ടോ എടുത്ത് വെച്ചിട്ട് മൊബൈലിൽ ലഹരി ഉപയോഗിച്ച. അപ്പൊ എന്തുകൊണ്ട് ശ്രേഷ്ഠ കാണിച്ചത് അവർ ഫോട്ടോ എടുക്കാതെ? അവര് 4 പേരും മദ്യപിച്ചിട്ടാണ്. അവരെല്ലാവരും 5 പേരും മദ്യപിച്ച് അവർ പാർട്ടി കഴിഞ്ഞു വന്നതാണ്. ഇവൻ തന്നെ പറഞ്ഞു മദ്യപിച്ച് ഇയാൾ ബോധം കെട്ട അകത്തിരുന്ന അയാളാണ്. ഇവർക്ക് തെറ്റില്ലെങ്കിൽ ഇവരെന്തിന് സിം കാർഡ് അവരൊന്നും കേൾക്കണേ, ഡിലീറ്റ് ചെയ്യും അല്ലെങ്കിൽ മൊബൈലിൽ താത്താന്ന് ഇങ്ങനെ കേൾക്കണം. ഭീഷണിപ്പെടുത്തുമ്പോൾ കേൾക്കണേ. ഇത് രണ്ടും ചെയ്യാതെ അവര് ബാക്കിൽ കൂടി ചെന്ന് അയാളെന്തെന്ന് പറഞ്ഞ അവരെ മേരെ ഭർത്താവ് സച്ചിൻ അപ്പുറത്തൂടെ ചെന്ന് ഇത് വാങ്ങിച്ച് ഡിലീറ്റ് ചെയ്ത് കളയുന്നു. അവരെ ഒരു കുറ്റവും അവര് ഒരു കുഴപ്പമില്ലെങ്കിൽ അവരെന്തിനും ഡിലീറ്റ് ചെയ്യണോ? അവരെ തെറ്റില്ലെങ്കിൽ എന്തിന് മെമ്മറി കാർഡ് എടുത്തു എന്തിനും ഡിലീറ്റ് ചെയ്യുന്നു? ഇത് അവരെ ഉത്തരം പറയട്ടെ. എന്നിട്ട് അവരുടെ ചോദ്യം ചെയ്യാൻ കൊണ്ടുപോയിട്ട് ദിവസം വന്ന് ഓരോരുത്തരും പോലീസിനെ പറഞ്ഞു വെച്ച് ഇവിടെ നിന്ന് പിടിച്ചോണ്ട് വേണം ചോദ്യം ചെയ്യും. ഇത്രയും തെറ്റ് ചെയ്തവർ മുമ്പ് സത്യാവസ്ഥ വരുമ്പോൾ ഇവരെന്തിനും ചോദ്യം ചെയ്യാൻ എതിരെ പിടിച്ചോണ്ട് അവരെ ചോദ്യം ചെയ്ത് അവരോട് തെളിയിക്കണം. രഹസ്യമൊഴി അവരെന്താ പറയണം നമുക്കറിഞ്ഞൂല. നമ്മളെന്താ പറയണം നടക്കണം. രഹസ്യമായിട്ട് എന്തിനും പരസ്യമായിട്ട് എടുക്കണം. രഹസ്യമൊഴി അല്ല അന്വേഷിച്ചില്ലല്ലോ. എന്തുകൊണ്ട് ഇവരെ അറസ്റ്റ് ചെയ്യാൻ വരെ ഇതുണ്ടായിരുന്നില്ല? എന്തുകൊണ്ട് ചെയ്തില്ല? ഇതുമില്ല. ഈ എപ്പോഴും പിടിച്ചോണ്ട് പോകണം. എന്തായിരുന്നു അവനെ കുറ്റം ചെയ്ത്? അവനെല്ലാം കുറ്റം ചെയ്ത ഇവരെത്രയും കുറ്റം ചെയ്ത് ഇവരെന്തുകൊണ്ട് പിടിക്കുന്നില്ല? ഇവരെ അറസ്റ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ കേൾക്കുന്നത് എന്തോ നിയമം? ഇതൊരു നിയമം.